യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസം ഏറെ തീക്ഷ്ണതയോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. സങ്കീർത്തന പുസ്തകം 118 അധ്യായം 24 തിരുവചനം. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദിവസമാണിന്ന്. ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷിക്കാം. നമ്മളിൽ പലരും ഇന്നലകളെ ഓർത്ത് വേദനിക്കുന്നവരാണ്. ഇന്നലകളെ, മുറിവുകളെ ഓർത്ത് സങ്കടപ്പെടുന്നവരാണ്. നമുക്കറിയാം, ഇന്നലകൾ കഴിഞ്ഞുപോയി. ചിലരുടെ ജീവിതത്തിൽ നാളെ ഓർത്ത്, വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് അസ്വസ്ഥരാകും. നാളെ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, അതൊരു സങ്കല്പം മാത്രമാണ്. അതൊരു സ്വപ്നം പോലെയാണ്. എനിക്ക് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ നാളെ എന്നൊരു ദിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകോ ഇല്ലയോ നമുക്കറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കായിട്ട് നൽകിയിരിക്കുന്നത് ഇന്നത്തെ ദിവസമാണ്. ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മേഡ്. ഇന്നത്തെ ഒരു ദിവസം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞ് തീക്ഷ്ണതയോടെ നമുക്ക് ജീവിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 14 അധ്യായം 14 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും: ഇന്നിൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്നിൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് ദൈവം നമുക്ക് നൽകിയ ദിവസമാണ്. ഇന്നിൻ്റെ സന്തോഷങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, ഇന്നലകളെ ഓർത്ത് നിൻ്റെ ഇന്നത്തെ ജീവിതം നഷ്ടപ്പെടുത്തരുത്. പ്രിയപ്പെട്ട മകളെ, ഇന്നലത്തെ ദിവസങ്ങളെ ഓർത്ത്, ഇന്നലകളിലെ നിൻ്റെ മുറിവുകളെ ഓർത്ത് ഇന്നത്തെ ദിവസം നീ പാഴാക്കി കളയരുത്. ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദിവസമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നമുക്ക് ഓരോ ദിവസവും കർത്താവ് നൽകിയ ദിവസമായി കണ്ട് ഏറെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവ് നൽകിയിരിക്കുന്ന ദിവസമായി ഇന്നത്തെ ദിനത്തെ കണ്ടുകൊണ്ട് ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇന്നലകളെ, മുറിവുകളെ ഓർത്ത് സങ്കടപ്പെടാതെ, നാളെ ഓർത്ത് ആകുലപ്പെടാതെ ഇന്നത്തെ ദിവസം ഇന്നിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശുനാമത്തിൽ അതിനായി ഞാൻ ഇവരെ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.